നമസ്കാരം. ബ്രീത്തിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രീതിങ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ശുദ്ധിശ്വാസം. പേര് പോലെ തന്നെ നമ്മളുടെ ശ്വാസത്തെ വളരെയധികം ശുദ്ധീകരിക്കാനും നമ്മുടെ ഉള്ളിലെ ഓക്സിജൻ്റെ ലെവൽ നന്നായിട്ട് കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പഠിക്കുന്ന മുഴുവൻ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇവിടെ അതിന് വ്യത്യസ്തമായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വായിലൂടെ ഊതി വിടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് നിവർന്നിരിക്കുക. മൂക്കിലൂടെ നമുക്ക് പറ്റാവുന്ന അത്രയും ശ്വാസം എടുക്കുക. അതിനുശേഷം നമ്മൾ വായൊന്ന് കൂർപ്പിച്ച്, നമ്മുടെ ചുണ്ടൊന്ന് കൂർപ്പിച്ച് ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളിത് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് വളരെ ഉഷ്ണമുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് നമ്മളൊന്ന് ക്ഷീണിക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഇങ്ങനെ ഒരു ബ്രീത്ത് ഔട്ടൊന്ന് ചെയ്യും. ഈ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഉള്ളിലെ എക്സസ് ആയിട്ടുള്ള ചൂട്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഒന്ന് പുറത്തു പോകും. അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ഇത് നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ഈ ഒരു ബ്രീത്തിങ് ചെയ്യുന്നു. ഇതിൻ്റെ പേര് ശുദ്ധിശ്വാസം എന്നാണ്. അപ്പോൾ ഇത് വളരെയധികം നമ്മുടെ ഈ ട്രെക്കിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ആ ഒരു ക്ഷീണം കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ബ്രീതിങ് പ്രാക്ടീസ്. പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഈ ചെവിയുടെ ഈ രണ്ട് ഭാഗത്തിന് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഊതുമ്പോൾ ഈ ബലൂണൊക്കെ നമുക്ക് കൂടുതൽ സമയം ഊതിക്കഴിഞ്ഞാൽ ചെവിയുടെ ബാക്കിലൊരു വേദന വരും. അപ്പോൾ അത്രയും സ്ട്രെയിൻ ഇതിന് കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് കവിള് വീർപ്പിക്കുക. ലൈറ്റായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളൊരു 6-12 തവണ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെവിക്ക് നന്നായിട്ട് വേദന അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം. നന്നായിട്ട് നിവർന്നിരിക്കുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ ഊതി വിടുക. അപ്പോൾ ഇതൊരു 5-6 തവണ രാവിലെയും വൈകുന്നേരവും പരിശീലിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളിപ്പോൾ ഒരു 3 തവണ ചെയ്തു, നമുക്കൊരു സ്ട്രെയിൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ ബ്രീതിങ് എടുക്കുക, പിന്നീട് വീണ്ടും ഇത് തുടരുക. അപ്പോൾ ഇത് നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലംസ് എല്ലാം, ഇനി ഇത് കൈലാസയാത്ര എന്നുള്ളതല്ല, നമ്മുടെ നോർമൽ ബ്രീത്തിങ് പ്രോബ്ലംസ്, നമുക്കൊരു സ്ട്രെയിനൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യുക. വളരെ വളരെ സഹായിക്കുന്ന ഒന്നാണ് ശുദ്ധിശ്വാസം. അപ്പോൾ എല്ലാവരും പരിശീലിക്കുക. നമസ്കാരം.